വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 6:5-13 വരെയുള്ള വാക്യങ്ങളിലെ പ്രാർത്ഥനയെക്കുറിച്ചുള്ള യേശുവിൻ്റെ പ്രബോധനങ്ങളാണ് ഇന്ന് നാം ധ്യാന വിഷയമാക്കുന്നത്. ഇതിൻ്റെ ആദ്യ ഭാഗത്ത്, അതായത് 5 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനയെയും മാനസിക പ്രാർത്ഥന അഥവാ ധ്യാനത്തെയും കുറിച്ചുള്ള യേശുവിൻ്റെ പ്രബോധനമാണ് കാണുന്നത്. ഇവിടെ 3 കാര്യങ്ങൾ യേശു പ്രത്യേകം എടുത്തു പറയുന്നു. ഒന്നാമതായി, നാം പ്രാർത്ഥിക്കുന്നത് കപടനാട്യക്കാരെ പോലെ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയാകരുത്. അവർ സിനഗോഗുകളിലും തെരുവീഥികളുടെ കോണുകളിലും നിന്ന് പ്രാർത്ഥിക്കാനാണ് ഇഷ്ടപ്പെടുന്നത്. അവർക്ക് പ്രതിഫലം ലഭിച്ചു കഴിഞ്ഞു. രണ്ടാമതായി യേശു പറയുന്നു, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിൻ്റെ മുറിയിൽ കിടന്ന് കതകടച്ച് രഹസ്യമായി നിൻ്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക. രഹസ്യങ്ങൾ അറിയുന്ന പിതാവ് നിനക്ക് പ്രതിഫലം നൽകും. അതായത് മൗനത്തിൻ്റെയും ഏകാന്തതയുടെയും ഹൃദയ നിശബ്ദതയിൽ ഹൃദയപൂർവം അഥവാ ധ്യാനപൂർവം പ്രാർത്ഥിക്കണം. മൂന്നാമതായി യേശു പറയുന്നു, പ്രാർത്ഥിക്കുമ്പോൾ വിജാതീയരെ പോലെ അതിഭാഷണം ചെയ്യുകയുമരുത്. കാരണം നാം ചോദിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ആവശ്യങ്ങൾ പിതാവ് അറിയുന്നു. യേശു പഠിപ്പിച്ച സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥനയെക്കുറിച്ചാണ് 9 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നത്. ഇതിൽ 4 പ്രധാന കാര്യങ്ങൾ ശ്രദ്ധേയമാണ്. ഒന്ന്, ദൈവത്തെ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കണം. അതായത് ഒരു പിതൃപുത്ര ബന്ധത്തോടെ പ്രാർത്ഥിക്കണം. ഞങ്ങളുടെ പിതാവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്നതിൽ നിന്ന് ഇതൊരു സമൂഹ പ്രാർത്ഥനയാണെന്ന് വ്യക്തമാകുന്നു. 2, അങ്ങയുടെ നാമം പൂജിതമാകണം, അങ്ങയുടെ രാജ്യം വരണം, അങ്ങയുടെ ഹിതം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണം എന്നീ 3 കാര്യങ്ങളാണ് യേശു പഠിപ്പിച്ച ഈ പ്രാർത്ഥനയിലെ പ്രധാന ലക്ഷ്യങ്ങൾ. 3, അതോടൊപ്പം നമുക്ക് വേണ്ടിയും 3 കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അന്നന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് നൽകണം, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങൾ ഞങ്ങളോടും ക്ഷമിക്കണം, പ്രലോഭനത്തിൽ ഉൾപ്പെടുത്താതെ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണം. 4, യേശു പറയുന്നു, മറ്റുള്ളവരുടെ തെറ്റുകൾ നിങ്ങൾ ക്ഷമിക്കുമെങ്കിൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളോടും ക്ഷമിക്കും. മറ്റുള്ളവരോട് നിങ്ങൾ ക്ഷമിക്കുകയില്ലെങ്കിൽ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ തെറ്റുകളും ക്ഷമിക്കുകയില്ല. അതായത് പ്രാർത്ഥന ഫലദായകമാകണമെങ്കിൽ നാം ക്ഷമിച്ച് പ്രാർത്ഥിക്കണം. പ്രാർത്ഥനയെക്കുറിച്ച് യേശു നൽകുന്ന ഈ പ്രബോധനങ്ങൾ നിരന്തരം ധ്യാനിച്ച് ജീവിതത്തിൽ പ്രായോഗികമാക്കാൻ നമുക്ക് പരിശ്രമിക്കാം. സർവശക്തൻ നമ്മെ അനുഗ്രഹിച്ച് ആശീർവദിക്കട്ടെ. ആമേൻ.